അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലുതായിട്ടുള്ളത്, എല്ലാത്തിനേക്കാളും മീതെയായിട്ടുള്ളത്, എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അത് അള്ളാഹുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരത്തിലാകട്ടെ, ബാങ്കിലാകട്ടെ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിലാകട്ടെ, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ആ നിസ്കാരത്തിലേക്ക് പോകുമ്പോഴുള്ള സമയത്താകട്ടെ, ഹജ്ജിനും ഉംറയ്ക്കുമാകട്ടെ, എവിടെയും നമ്മൾ ആവർത്തിച്ചു പറയുന്ന ദിക്റാണ് അല്ലാഹു അക്ബർ എന്നത്. അല്ലേ? നിസ്കാര ശേഷം 33 പ്രാവശ്യം നമ്മൾ പറയും. പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ തക്ബീർ 7 തക്ബീറുകളാണ് ഒന്നാമത്തെ റക്അത്തിൽ. അവിടെ അല്ലാഹു അക്ബർ എന്ന വാചകമാണ് ഉരുവിടുന്നത്. നിസ്കാരത്തിൽ തന്നെയും റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അല്ലാഹു അക്ബർ എന്ന വാചകമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നാവിൽ ഉരുവിടുന്ന ദിക്റാണ് അല്ലാഹു അക്ബർ എന്നത്. കാരണം ആ അല്ലാഹുവിനേക്കാൾ വലുതായി ഒരു വിശ്വാസിക്ക് എന്നല്ല ഈ ലോകത്തൊന്നുമില്ല എന്നത് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. അത് നിർബന്ധ ബാധ്യത കൂടിയാണ്. അതങ്ങനെ തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്നാൽ സമസ്ത മതക്കാർക്ക് ഇന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ സംസാരങ്ങൾ ഒന്നെടുത്തു വച്ച് നോക്കുമ്പോൾ CM അക്ബർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അല്ലാഹുവിനേക്കാൾ വലുതാണ് CM എന്ന ഒരു സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് CMനെ കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിലൊരു സംസാരം നമുക്ക് CMനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. കായംകുളം ഭാഗത്തു നിന്നുള്ള ഏതോ ഒരാൾ ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിൻ്റെ ഭാഗങ്ങൾ പലതും പുഴു തിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ മഹാനവരുടെ അടുക്കൽ വന്നു. ഇത്തരം കഥകൾ പറയുമ്പോൾ ഇവിടെ കേട്ടതുപോലെ ഏതോ ഒരാൾ, അത് പിന്നെ ശരിയായ സനതൊന്നും ഉണ്ടാവില്ല, ഏതോ ഒരാൾ, കാരണം അങ്ങനെ കൃത്യമായി ഒരാളെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലായി, പിന്നെ അല്ലെങ്കിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ കളവൊക്കെ പൊളിയുമല്ലോ. അതുകൊണ്ട് ഏതോ ഒരാൾ എന്നേ പറയുള്ളൂ. സാധാരണഗതിയിൽ ഇവരുടെ സംസാരങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ശരിക്ക് വാലും തുമ്പും ഇല്ലാത്ത സംസാരമാണ്, കഥകളാണ് എന്നത് ബോധ്യപ്പെടും. ഇനി ബാക്കി എന്താണ് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖമാവുകയും ചെയ്തു എന്നാണ്. കേട്ടില്ലേ? അങ്ങനെ ക്യാൻസർ രോഗിയായി വന്ന, വായിലൊക്കെ പുഴുവരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ ഇങ്ങനെ വ്രണപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം CMൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ശിഫപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. ഒരാഴ്ച കൊണ്ട് അസുഖം പൂർണ്ണമായി ശിഫയായി, വൈദ്യശാസ്ത്രം തോറ്റു, CM വിജയിച്ചു, അള്ളാഹുവും അവിടെ തോറ്റു. മാത്രമല്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂർണ്ണമായ ആരോഗ്യ അവസ്ഥയിലൊക്കെ എത്തി അദ്ദേഹം ജീവിക്കുന്നുണ്ട്. എന്നാൽ ഈ CMനേക്കാൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്താ? അഷ്റഫുൽ ഖൽക്കാരാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സൃഷ്ടികളിൽ മഹത്വം നിറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഈ CMനേക്കാൾ മഹത്വമുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെ യഥാവണ്ണം പഠിപ്പിച്ചപ്പോൾ ഇത്തരം രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോലും പല രോഗികൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? ലാ ബഅസ്, തൊഹൂർ ഇൻഷാ അല്ലാഹ്, ഇങ്ങനെയുള്ള വാചകങ്ങൾ പറയുന്നതോടൊപ്പം അദ്ഹിബിൽ ബഅസ്, ഇഷ്ഫി അന്ത ഷാഫി, ലാ ഷിഫ ഇല്ലാ ഷിഫാഉക, ഷിഫാഅൻ ലാ യുഗാദിറു സഖമ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതല്ലാതെ പ്രവാചകൻ ഒരിക്കലും ഒരു രോഗിയെ കണ്ടപ്പോൾ ആ രോഗി തൻ്റെ രോഗവുമായി വന്നപ്പോൾ ഞാൻ ശിഫപ്പെടുത്തിയിരിക്കുന്നു, ഇനി നിനക്ക് രോഗമില്ല, ഇനി നിനക്ക് ക്യാൻസർ ഇല്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചൂടെ നിങ്ങൾക്ക്? ആ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നില്ലേ?
ആ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഞാനാണ് ശിഫപ്പെടുത്തുന്നവനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു ഞാനാണ് ശിഫപ്പെടുത്തുന്നവനെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗിയായി കഴിഞ്ഞാൽ അവനാണ്, അള്ളാഹുവാണ് രോഗം ശിഫപ്പെടുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ മേലെയാണ് CM. കാരണം CMൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാഴ്ച കൊണ്ട് അവൻ്റെ രോഗം മാറി. ആ മാറിയതെങ്ങനെയാണ്? ഞാൻ ശിഫപ്പെടുത്തിയിരിക്കുന്നു എന്ന് CM പറഞ്ഞു. ഇനി അള്ളാഹുവിനെക്കുറിച്ച് ഇവർ പറയുന്ന വാചകം വളരെ ഗൗരവമുള്ള, വളരെ ഒരു വിശ്വാസിയുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ വേറെ ഒരു രോഗി ദുആ ചെയ്യാൻ വേണ്ടി വന്ന് മൂപ്പരോട് പരാതി പറഞ്ഞപ്പോൾ നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു. ഇവിടെ എന്താ കേട്ടത്? CMൻ്റെ അടുത്ത് തന്നെ വേറൊരു രോഗി വന്നു. പക്ഷെ CM അപ്പോൾ പറഞ്ഞെന്താണ്? നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കും എന്ന് പറഞ്ഞു. അതായത് ശരിയായ ഇസ്ലാമികമായ രൂപത്തിൽ ആ കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിൽ തന്നെ അള്ളാഹുവാണ് ശിഫപ്പെടുത്തുന്നവൻ, അവനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് രോഗം തരുന്നവനും രോഗം ശിഫപ്പെടുത്തുന്നവനും, മരുന്ന് കഴിക്കാതെയും അള്ളാഹു രോഗം ശിഫപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം പഠിപ്പിച്ചപ്പോൾ ആ വിഷയം ഇവിടെ പറയണം. മറ്റൊരു രോഗി വന്നപ്പോൾ നിന്റെ രോഗം അള്ളാഹു ശിഫപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്താ സംഭവിച്ചത്? അതാണ് ഇനി അദ്ദേഹം പറയുന്നത്. കേട്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല, മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമല്ല, ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട്. മരിക്കുവോളം പിന്നെ ആ രോഗിയുടെ രോഗം മാറിയിട്ടില്ല എന്ന്. അതായത് അള്ളാഹു ശിഫപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ രോഗം മാറിയില്ല. CM ശിഫപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് CMൻ്റെ അടുത്ത് വന്ന രോഗിയുടെ രോഗം മാറി. ഇത് എത്ര വലിയ ഗുരുതരമായ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. അള്ളാഹു ശിഫപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ചെറുതായി, അവൻ്റെ മരണം വരെ അവൻ്റെ രോഗം മാറിയിട്ടില്ല. പക്ഷേ CM ശിഫപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് രോഗവും മാറി. അപ്പോൾ ആരാ വലുത്? സമസ്ത മതക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ വലുതാണ് ആര്? CM. എൻ്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രവാചകൻ്റെ മാതൃക ഇതൊന്നുമല്ല. ഇത്തരം കബളിപ്പിക്കലും മായാവി കഥകളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വലുത് അള്ളാഹു തന്നെയാണ്. ഒരു സൃഷ്ടിയും അള്ളാഹുവിനോട് തുല്യമില്ല. അതുകൊണ്ട് തീരുമാനിക്കണം, അള്ളാഹു അക്ബർ എന്ന് ഉറച്ചു പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.